കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയുടെ ബാലൻ ചോദിക്കണം, സത്യം പറ ഗോമതി, നിനക്ക് ഈ പൈസ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുക. ഗോമതി ഒന്നും മിണ്ടാ താഴേക്ക് നോക്കി നിൽക്കുക. എന്റെ മുഖത്ത് നോക്ക്, നീ എന്താ കള്ളപ്പെട്ട് താഴേക്ക് നോക്കി നിൽക്കണമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ബാലേട്ട, ഞാൻ എന്നോട് കള്ളത്തരം പറയാൻ ശ്രമിക്കണ്ട, നിനക്ക് ഈ ക്യാഷ് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ, അല്ല ബാലേട്ട എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു, ഞാൻ ആ ചിട്ടി പിടിച്ചിട്ട് വാങ്ങിച്ചാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണ് കാര്യമില്ലേ, അപ്പൊ എല്ലാരും കൂടെ കൂടി എന്നെ വിഡ്ഢികളാക്കുമായിരുന്നില്ലേ. ഗോമതി, ആ ഒപ്പം നീയും കൂടെ കൂടിയല്ലോ എന്നെ ഒരു കോമാളിയാക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ നിനക്ക് സന്തോഷമായെന്ന് ചോദിക്കാം. അല്ല ബാലേട്ട, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും വേണ്ട, കൂടുതലൊന്നും പറയണ്ട. പിന്നീട് ആകാശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആകാശേ, നീയും ഇവരോടൊപ്പം നിന്നില്ലേന്ന് ചോദിക്കാം. അല്ലാച്ച അത് പിന്നെ എനിക്കൊന്നും അറിയണ്ട, എല്ലാരും കൂടെ കൂടിയിട്ട് ഈ ബാലിനെ വെറും ഫോളാക്കി, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറവാ. പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട്, അച്ഛൻ എന്താ പറയണേ, അച്ഛനെ ഇവിടെ ആര് വിഡ്ഢിയാക്കിയെന്ന് പറഞ്ഞ്, ആരും അച്ഛനെ ഇവിടെ വിഡ്ഢിയും കോമാളിയൊന്നും ആക്കിയില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ, ഈ ദേവമംഗലത്തിന്റെ സ്നേഹത്തിന്റെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഇപ്പൊ ഇവിടെ കണ്ടേന്ന് പറയാം. നല്ല നിമിഷങ്ങൾ, അത് സ്നേഹത്തിന്റെ. ഇത്ര വലിയ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് നീ പറയുന്നു സ്നേഹത്തിന്റെ നല്ല നിമിഷങ്ങളാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്ര വലിയ കള്ളത്തരങ്ങൾ കാണിച്ചു നിൽക്കുമ്പോഴാണോ സ്നേഹത്തിന്റെ നല്ല നിമിഷങ്ങൾ? ഇങ്ങനെയൊക്കെയാണോ നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു വെച്ചിരിക്കണെന്ന് ചോദിക്കുക. മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യം വന്നു. മീനാക്ഷി പറഞ്ഞു, അച്ഛനെ എന്തറിഞ്ഞിട്ടാ പറയണേ, ഞാൻ സ്നേഹത്തിന് നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ, അതിന് പ്രത്യേക ഒരു കാരണം ഉണ്ടെന്ന് പറയാം. നീ ഇനിയിപ്പൊ എന്തായിരിക്കും പോലും അതിന്റെ കാരണം പറയണേ. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വീട്ടിൽ നിന്ന് കട്ടെടുത്തോ നാളെ മിക്കവാറും പുറത്തും പോയി കട്ടെടുക്കും. ഇന്ന് വീട്ടിൽ കക്കുന്നോ നാളെ പുറത്ത് കക്കൂന്നല്ലേ പറയണേ, അങ്ങനെയാ കണ്ടുവരുന്നേ. അപ്പൊ മിക്കവാറും അതിലുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അച്ഛന്റെ ആ ഒരു കണക്കൂട്ടിൽ തെറ്റാന്ന് പറയാം. എന്താ നീ പറഞ്ഞ, നീ എന്നെ പഠിപ്പിക്കാറായോന്ന് ചോദിക്കും. അച്ഛാ, അച്ഛന്റെ ആ ഒരു കണക്കൂട്ടിൽ തെറ്റാന്ന് പറഞ്ഞ് അച്ഛനൊന്ന് ആലോചിച്ച് നോക്കേ. അച്ഛൻ ഈ വീട്ടിൽ ആര്യനെ എല്ലാവരെയും അടിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നാളെ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ആ നാട്ടുകാരെ ആരെങ്കിലും അടിക്കുമോ? അച്ഛനറിയാം ആരെ തല്ലണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാ പറഞ്ഞ്, ഇവരിന്ന് ഈ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ പുറത്തു പോയി മോഷ്ടിക്കുന്ന ഒരർത്ഥമില്ല. പിന്നെ ഇനി ഇപ്പൊ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, ഉള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറയാം. പിന്നീട് പറഞ്ഞു, 15,000 രൂപയുണ്ടല്ലോ, ആ പണം എടുത്ത് ആരാന്നറിയോ, അത് ആര്യനെ എടുത്തേന്ന് പറയാം. ഇത് കേട്ടതും ബാക്കിയുള്ളവരും ഞെട്ടി. ദൈവമേ, കുളമായില്ല എന്നുള്ള രീതിക്ക്. ആര്യനാ പൈസ എടുത്ത് ആരിന് വേണ്ടിയിട്ടല്ല, ആകാശേട്ടനെ വേണ്ടിയിട്ടാ, എന്റെ ആകാശേട്ടനെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എടുത്താ. ഇതെല്ലാവർക്കും അറിയാം. ഒരു പക്ഷേങ്കില് അതുകൊണ്ട് ആകാശേട്ടനെ വഴക്ക് പറയില്ലെന്ന് വിചാരിച്ച ആര്യന് കൂട്ടുന്നേ. പിന്നെ ആര്യനെ സങ്കടപ്പെടുത്താൻ ഇവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആര്യനോടൊപ്പം എല്ലാരും നിന്നത്. ഇപ്പം മനസ്സിലായില്ലേ ഈ ദേവമംഗലത്തിന്റെ ഒത്തൊരുമ എത്ര മാത്രമാണ്. ഒരാൾക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തും. ഒരു പക്ഷേങ്കില് നാളെ ഈ അവസ്ഥ അച്ഛനാ ഉണ്ടാകുന്നെങ്കിൽ, അച്ഛനൊരു അപകടം പോയിക്കോ ആപത്ത് വരുവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോടൊപ്പം ജീവൻ കളയാൻ വരെ ഈ വീട്ടിലുള്ള എല്ലാവരും കൂട്ടു നിൽക്കും. അത് അച്ഛനാണ് മനസ്സിലാക്കാതെ പോയത്. അതാ ഞാൻ പറഞ്ഞ സ്നേഹത്തിന് നല്ല കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇവിടെ നടന്നേന്നുള്ളത്. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, ഓഹോ, അപ്പൊ നീ ഇപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരുമാനിക്കാറായില്ലേന്ന് ചോദിക്കാം. അച്ഛൻ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ളൊരു കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് ബാലൻ കൊണ്ടുപോയി ആകാശിന്റെ അങ്ങോട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഗോമതി പറഞ്ഞു, അയ്യോ പാവം ബാലേട്ടൻ, ദൈവമേ ഞാൻ അങ്ങ് ചെല്ലട്ടെ, ബാലേട്ടന് ഭയങ്കര ടെൻഷനായെന്ന് തോന്നേ, ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയാം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മ എങ്ങോട്ടാ പോണേ, അമ്മ ഇവിടെ നിൽക്കേ, അച്ഛൻ കുറച്ച് സമയം സമാധാനത്തോടെ ചിന്തിക്കട്ടെ, അച്ഛന് തന്റെ തെറ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം. ആര്യം പറഞ്ഞു, മീനാക്ഷി അടുത്ത് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകുകയോ വേണ്ട, അച്ഛനോട് സ്വസ്ഥതയോടെ ഇരിക്കട്ടെ. എപ്പോഴും അമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം, അമ്മ അവിടെ നിൽക്കാൻ പറയാം. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതെ ഇന്ന് ആദ്യത്തെ ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുവാണ്, നേരെ ആകാശനെ ഇന്ന് പൈസ മേടിച്ചിട്ട് മീനാക്ഷി എന്ത് ചെയ്യാണ്, കോമതിയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഈ പൈസ വെച്ചോളാൻ പറയാണ്. കാരണം എനിക്ക് സാലറി കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഈ പൈസ ഇന്ന് എടുത്ത് ആകാശേട്ടൻ തന്നത്. ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയതല്ലേ, അമ്മയുടെ ചിട്ടി മേടിച്ച പൈസ അമ്മ എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പിന്നീട് ആര്യനോട് പറഞ്ഞു, നിനക്ക് എവിടുന്നാ നീ പൈസ മേടിച്ചോണെന്ന് അറിയില്ല, എവിടുന്നാ മേടിച്ചെങ്കിൽ അവർക്ക് തിരികെ കൊണ്ട് കൊടുത്തേക്കണം എന്ന് പറയാം. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെങ്കിൽ ശരി ഏട്ടത്തിന്ന് പറയണം. പിന്നീട് തന്റെ കയ്യിൽ നിന്ന് ഒരു കവർ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു കവറിനകത്തുനിന്ന് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് നേരെ ഗോമതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേ അമ്മയ്ക്കുള്ള സമ്മാനം എന്ന് പറയണേ, എനിക്കുള്ളോ, അതെ എന്റെ ആദ്യത്തെ സാലറി കിട്ടിയതല്ലേ, അമ്മയ്ക്കൊരു വാച്ചോ. വാച്ചോ? അതെ, ഈ വീട്ടില് സമയം അറിയാതെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മയല്ലേ, അമ്മ ഇനിയിപ്പോ സമയമൊക്കെ അറിഞ്ഞു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്കൊരു വാച്ചാന്ന് പറയാം. അയ്യോ, എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നേ, ഇതിനു മുമ്പ് ആരും കൊണ്ടു തന്നില്ലെന്ന് പറയാം. ഭയങ്കര സന്തോഷമായി ഗോമതിക്ക്. പിന്നീട് നേരെ
ആനന്ദിന്റെ അടുത്തേക്ക് ഇരുന്ന് ആനന്ദിന്റെ ഒരു ഷർട്ട് കൊടുത്തു. ആകാശിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ധർമ്മിനും കൊണ്ടേ കൊടുത്തു. അതെ മാമൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഷർട്ട് കൊടുത്തു. അപ്പൊ അനുശ്രീ ചോദിച്ചു എനിക്കൊന്നും ഇല്ലേന്ന് ചോദിക്കുക. നിനക്കില്ലേന്നോ? നിനക്കുണ്ട്. ദേ നിനക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കവറും കൊടുത്തു. ഇതൊരു ചുരിദാറാന്ന് പറയാ. പിന്നീട് ആരിന്റെ അടുത്തേക്ക് വന്നു. നിനക്ക് ഈ സാധനങ്ങളൊന്നും അല്ല, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, നിനക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാന്ന് പറയാ. അതെന്താ ആ സാധനം? പെട്ടെന്ന് ഒരു കവറും കൊടുത്തു. അതിനകത്ത് ബുക്ക് എടുത്തും കൊടുത്തു. ഇത് നിനക്ക് IAS കോച്ചിങ്ങിനുള്ള ബുക്സാണ്, അതിന് പഠിക്കാനുള്ള ബുക്സാ, നീ ഇത് നന്നായിട്ട് പഠിക്കണമെന്ന് പറയാ. ഈ സമയം ധർമ്മം ശരിയാ, ഇവൻ പഠിച്ചും ഇവനും അനുസരിച്ച് നല്ലൊരു കളക്ടർ ആവട്ടെ, അതാണ് ആവശ്യം. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറയണം. ഈ സമയം ഗോമതിക്ക് വല്ലാത്ത സങ്കടം. അത് മോളെ ബാലേട്ടനൊന്നും വാങ്ങിച്ചില്ലേന്ന് ചോദിക്കുക. അതിനല്ലേ ഉണ്ടല്ലോ, ഇത് കവർ അച്ഛനുള്ളതെന്ന് പറയണം, അച്ഛനോട് ഷർട്ടാന്ന് പറയാ. ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നേരെ ബാലിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുക. ചെന്നപ്പോ ബാലിനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛാന്ന് വിളിക്കണം. എന്താന്ന് ചോദിച്ചു. ഇതേ എന്റെ സാലറി ഇന്ന് കിട്ടിയായിരുന്നു, ആദ്യത്തെ സാലറിയാ. അച്ഛന് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്, ഇത് വാങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുക. എനിക്ക് ആടെ ഔദാര്യം വേണ്ടെന്ന് പറയാം. മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു, അച്ഛ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ സ്നേഹം കൊണ്ട് കൊണ്ടു തരുന്നതല്ലേ. നമ്മൾ സ്നേഹമുള്ളവർക്കല്ലേ നമ്മളിങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. അതെ എനിക്ക് കൂടുതൽ ആളുടെ സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. ഈ വീട്ടിലെ അതിൻ്റെതായ ചില ചിട്ടകളും നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ച് നിൽക്കുന്നവരെ എനിക്ക് ഇഷ്ടം എന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അച്ഛൻ എന്താ ഈ പറയണേ? എന്റെ വീട്ടില് അറിയാലോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്നാ. ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു. പക്ഷേങ്കില് ആകാശനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോൾ തന്നെ അവരെന്നെ പടിയടിച്ച് പിണ്ടം വെച്ചു. പക്ഷെ ആ വേദനകളൊക്കെ മറന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മ എന്നെ സ്വീകരിച്ച് ഇങ്ങോട്ട് കയറ്റി. ഇവിടെ പക്ഷെ അച്ഛൻ കുറച്ച് കർക്കശ സ്വഭാവമൊക്കെ കാണിക്കാം, പക്ഷെ ഒരിക്കലും ഞങ്ങളെ തള്ളി പറഞ്ഞ് പുറത്താക്കിയില്ല. അച്ഛന് വീട്ടിലേക്ക് സ്വീകരിക്കുകയോ ചെയ്തേ. അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്. പിന്നെ അച്ഛന് ചില പിടിവാശികളൊക്കെ ഉണ്ടെന്ന് പറയണ. പിടിവാശി എനിക്കോ? കണ്ടോ, ഇത് കണ്ടില്ല, ഇത് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ ദേഷ്യപ്പെട്ട് കേട്ടില്ലേ. ഇതൊക്കെ ഉള്ളൂ, വേറെ അച്ഛന് കുഴപ്പങ്ങളൊന്നുമില്ല. ദേ അച്ഛനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ കവറ് ബെഡിൽ വെച്ചിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി പോരുവാ. ഈ സമയം ഗോമതി, അയ്യോ തീമേ, എന്റെ മോളെ എന്താ ചെയ്യണ്ടേ? അമ്മ ഇവിടെ നിൽക്കുമായിരുന്നു ചോദിക്കും. അല്ല മോളെ എനിക്ക് ടെൻഷനായിട്ട്, ഇത് ഞാനങ്ങ് ചെല്ലട്ടെ? വേണ്ട വേണ്ട, അമ്മ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അമ്മ ഇവിടെ നിൽക്കും, ഞാൻ സൂത്രം കാണിച്ചു തരാന്ന് പറയാ. എന്താ മോളെ ഇവിടെ നിൽക്കാൻ പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഗോമതിയും കൊണ്ട് നോക്കുമ്പോൾ ബാലൻ പതുക്കെ ഷർട്ട് എടുത്ത് വിടർത്തി നോക്കി. എന്നിട്ട് ദേഹത്ത് വെച്ച് നോക്കുകയാണ്. ഇങ്ങനെയുണ്ട് കണ്ടത്. പിന്നീട് ഒരു ബാലിനൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ടമ്മേ, അച്ഛനെ പുറമേ കാണിക്കുന്നൊക്കെ ഉള്ളൂ, അച്ഛന്റെ ഉള്ളു പാവാന്ന് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് പോവാണ്. അതിനുശേഷം മിത്ര ആകെപ്പാട് സങ്കടത്തിലായിരുന്നു. മിത്രക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അനന്തനും അച്യുതനെയൊക്കെ അങ്ങോട്ട് വന്നേ. മിത്ര പറഞ്ഞു, അച്ഛൻ എന്തറിഞ്ഞിട്ടാ എന്റെ കല്യാണം ഉറപ്പിച്ചേ? എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറയാം. അച്യുതൻ പറഞ്ഞു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വിവാഹം വേണ്ടെന്ന്, എനിക്കിപ്പോ വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്കൊരു ജോലി വാങ്ങണം എന്നൊക്കെ. അനന്തൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പമിരിക്കണേ, പഠിക്കാൻ ജോലി വാങ്ങാം, നിനക്ക് അവിടെ പഠിക്കാലോ എന്ന് പറയാം. ഈ സമയം അലോക് പറഞ്ഞു, ദേ ഇപ്പൊ ആതിരെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അവള് പറഞ്ഞു, അവിടെ പഠിക്കാന്നൊക്കെ പറഞ്ഞേ നിനക്ക്, പിന്നെന്താ കുഴപ്പമിരിക്കുന്നേ? ഓ ഇപ്പൊ ഏട്ടനിപ്പം ആതിര ചേച്ചി ആയിരിക്കും പ്രധാനം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരു കാര്യം ചെയ്യോ, ആതിര ചേച്ചിനെ കല്യാണം കഴിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടേരെ, അവരിപ്പൊ തന്നെ വിളിച്ചു പറ ഈ കല്യാണം നടക്കില്ലാന്ന്. അലോകേട്ടനും ആതിര ചേച്ചി നമ്മളുടെ വിവാഹം നടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. പെട്ടെന്ന് അനന്തം പറഞ്ഞു, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തേന്ന് പറയാം. അച്ഛൻ ആരോട് ചോദിച്ചിട്ടാ വാക്ക് കൊടുത്തേ? എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ല വാക്ക് കൊടുത്തേ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം മുത്തശ്ശി, എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാ. അച്ഛനും പറഞ്ഞു, അല്ല മോളല്ലേ പറഞ്ഞ മോൾക്ക് പഠിച്ചാൽ മതിയെന്ന്, മോളെ പഠിപ്പിക്കുവര്, പിന്നെന്താ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, പിന്നെ കുഴപ്പം എന്താന്ന് ചോദിക്കുക. പക്ഷെ മിത്ര അമ്പിനും വെല്ലിനും അടുത്തില്ല. പെട്ടെന്ന് മിത്രയോട് അനന്തം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ വാക്ക് കൊടുത്ത ആള് ഞാനാണ്. വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നീ കണ്ടോളാൻ പറയണേ. ഇത് മുമ്പ് പറയുന്ന പോലെ ഒന്നും അല്ല, ശരിക്കുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അനന്തരം അങ്ങോട്ട് കയറി പോവാ. മിത്രക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിത്ര പുറത്തേക്ക് വരിക, ഫോണൊക്കെ എടുത്തോണ്ട്. പുറത്ത് വന്നിട്ട് നേരെ മിഥുനെ വിളിക്കണം. മിഥുനെ വിളിച്ചിട്ട്, മിഥുനെ എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയാ. നിന്റെ കല്യാണം? നീ എന്തൊക്കെയാ പറയണേ? അതെ മിഥുനെ, എനിക്ക് നാളെ നിന്നെ നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാ. അല്ല എന്ത് സംസാരിക്കാനാ? അതെ എനിക്ക് സംസാരിക്കണം, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഓഹോ അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ മിഥുന മിത്രയോട് ചോദിക്കാം. ചതിച്ചല്ല, ഞാൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കാനൊന്നും പോകുന്നില്ല, നിന്നെ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. ഈ സമയത്ത് ആരും അങ്ങോട്ട് വരുന്നേ. ആരും ചോദിച്ചു, ഇവിടെ എന്താ ഒരു കരച്ചിലും ബഹളമൊക്കെ? ഡി മര്യാദയ്ക്ക് മുറിയിൽ പോയിരുന്ന് കരയാ, ഇവിടെ വന്ന് കിടന്നിട്ടാണോ എങ്ങനെയെന്ന് ചോദിക്കാം. അതേ ഞാൻ ആകെപ്പാട് സമനില തെറ്റിയിരിക്കോട്ടെ ആര്യ, എന്നോട് വെറുതെ കൊമ്പ് ഉറക്കാൻ വരണ്ടെന്ന് പറയും. വന്നാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അവൻ വന്നിരിക്കുന്നു, മനുഷ്യന് മനസ്സമാധാനമല്ലേ ഇരിക്കുന്ന സമയത്ത്. ഇതും പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കയറിപ്പോ.
അപ്പൊ ആരിനിങ്ങനെ നോക്കി നിൽക്കും, ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ. ചിലപ്പോൾ പ്രേമനരാശമായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ആരിനെ അങ്ങോട്ട് കയറിപ്പോവാ. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നു. മിത്രയോട് പറഞ്ഞു, മോളെ നിനക്ക് എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് വയ്യ മുത്തശ്ശി, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയാ. എന്റെ മോളെ ഇങ്ങനൊന്നും നീ പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ പറയുന്നേ? മോക്കറിയാലോ, അന്ന് ഗോമതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഇതുവരെയായിട്ടും അവളെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല. അതിന്റെ പേരിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? അതുകൊണ്ടാ പറഞ്ഞ ഈ വിവാഹം ഒരിക്കലും മുടങ്ങാൻ പാടില്ല, വിവാഹം നടക്കണമെന്ന് പറയാ. അല്ല മുത്തശ്ശി, എനിക്ക് എന്റേതായ തീരുമാനങ്ങളൊക്കെ ഇല്ലേ? മോളെ ഞാൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നീ പറയുന്ന ഒന്ന് അനുസരിക്ക എന്ന് പറഞ്ഞ് മുത്തശ്ശി മിത്രയോട് കെഞ്ചുവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ, അന്ന് ബാലം നടക്കാനൊന്നും പോയില്ല. അപ്പം ഗോമതിയോട് പറഞ്ഞു, അതെ ഇന്ന് എനിക്ക് രാവിലെ തന്നെ കോയമ്പത്തൂർ വരെ പോകണമെന്ന് പറയണം. കോയമ്പത്തൂർ അതെന്താ ബാലേട്ടാ? അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്നേ, അപ്പൊ അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയും. രാവിലത്തെ വണ്ടിക്ക് തന്നെ പോകണമെന്ന് പറയാം. അല്ല അപ്പൊ ബാലേട്ടാ വരുന്നോ? രാത്രി അവിടെ നിന്ന് ബസ്സിന് കയറുകയാണെങ്കിൽ പിറ്റേ ദിവസം നാളെ രാവിലെ തന്നെ ഇവിടെ എത്താൻ പറ്റിയേക്കും. ഇന്ന് കുഴപ്പമില്ല, ഞായറാഴ്ച അല്ലേന്ന് പറയാണ്. എന്നാലും ബാലേട്ടൻ തന്നെ ഒരു കാര്യം ചെയ്യുക, ആനന്ദിനും ആകാശം ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. അതിൻ്റെ ഒന്നും കാര്യമില്ല, ഞാൻ തന്നെ പൊക്കോളാന്ന് പറയാ. ഈ സമയം ധർമ്മൻ നേരെ പിന്നെ മീനാക്ഷി അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് അളിയൻ നടക്കാൻ പോയിട്ടില്ലെന്ന് പറയണം. നടക്കാൻ പോയിട്ടില്ല, അതെന്ത് പറ്റി? എന്താന്ന് അറിയത്തില്ല എന്ന് പറയണം. അപ്പത്തേനും അങ്ങോട്ട് ആകാശം ആനന്ദവും ഒക്കെ വരുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലനും ഗോമതി ഇറങ്ങി വരുന്നേ. ഗോമതിയുടെ കയ്യിൽ ബായൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആരും ചോദിച്ചു, ഇതെന്താ അച്ഛാ? അച്ഛൻ അങ്ങോട്ടൊരു യാത്രയാണെന്ന് ചോദിക്കും. അതെ ഞാൻ കോയമ്പത്തൂർ വരെ പോവാന്ന് പറയണം. കോയമ്പത്തൂർ അതെന്താ? നമ്മുടെ കടയിലേക്ക് പലചരക്ക് സാധനം തരുന്ന അവരുമായിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്, അതിനു വേണ്ടി പോവാന്ന് പറയണം. പിന്നെ ഞാനിവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് തുള്ളിച്ചാടി നടക്കാമെന്ന് വിചാരിക്കണ്ട, രണ്ടുപേരും ഇവിടെ നിന്ന് പഠിച്ചോണം. അനുസരിയോടും കൂടിയാണ് പറച്ചില്. പിന്നീട് ആനന്ദിനോടും തലമുറയോടും ഒക്കെ പറഞ്ഞതേ കടയിലെ കണക്കുകളൊക്കെ അവിടെ ഉണ്ട് അറിയാലോ. അപ്പൊ ഞായറാഴ്ചയാണ്, ഇന്ന് കട തുറക്കേണ്ടാത്ത ദിവസമല്ലേ. അപ്പൊ കഴിഞ്ഞ മാസത്തെ കണക്കുകളൊക്കെ ഒന്ന് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തെല്ലാം അവിടെ വെക്കണം. ആകാശനോടും കൂടെ പറഞ്ഞു കേട്ടല്ലോ. കേട്ടെന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി എന്ന് ചാച്ച എനിക്കൊരു ജോലിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതെ നീ ഗോമതിനെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയണം, അത് മാത്രം ചെയ്തു തന്നാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ബാലിന് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോവാണ്. അവൻ ധർമ്മം പറഞ്ഞ്, ഞാൻ കൊണ്ടുവിടാ ആളിയാ, വഴി വരെ കൊണ്ടുവിടാം, ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാന്ന് പറയണം. ഏയ് വേണ്ട, അല്ല ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞ് ധർമ്മനും അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ, വല്ലാത്ത സങ്കടം. ഗോമതി അകത്തേക്ക് പോയിട്ട് പൊട്ടിക്കരയാണ്. മീനാക്ഷി വന്നിട്ട് ചമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അച്ഛൻ പോയതിന്റെ സങ്കടം ഒന്ന് അനുസരി പറയാണ്. അയ്യേ അതെ, അച്ഛൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വരില്ലേ, പിന്നെ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കും. ഈ സമയത്ത് ആര്യം പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് സന്തോഷക്കണ്ണീരായിരിക്കും എന്ന് പറയാം. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. അങ്ങനെ ഇച്ചിരം കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അവനെ കൊണ്ടുവിട്ട്, അവനെ ഒരു ബാലിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് കയറി വരുവാണ്. കയറി വന്നപ്പോഴാണ് ഗോമതി കരഞ്ഞു വിളിച്ചിരിക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ പറയണേ. എന്റെ ചേച്ചി അളിയൻ നാളെ ഇങ്ങോട്ട് വരും, പിന്നെ ചേച്ചി ഇങ്ങോട്ട് എന്തിനാ മുഖം പെറിപ്പിച്ചിരിക്കുന്നേ? കണ്ടാ തോന്നുന്നു ഞങ്ങളുടെ അളിയനോട് ദുബായിക്ക് പോയിക്കുവാന്ന്, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന പോലെ, നാണമില്ലേന്ന് ചോദിക്കുക. പിന്നീട് ആര്യം പറഞ്ഞു, അതേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കേണ്ടി നിൽക്കും. അടിച്ചു പൊളിക്കാനാ എന്ത്? അല്ല അച്ഛന് മട്ടൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അച്ഛനോട് മട്ടൻ വാങ്ങാറില്ല, നമുക്കൊന്ന് മട്ടൻ കറിയൊക്കെ വെച്ചൊന്ന് അടിച്ചു പൊളിക്കാന്ന് പറയണം. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, അത് ശരിയാ, അത് നല്ലൊരു കഥയാന്ന് കാര്യമെന്ന് പറയാണ്. കോമതി വേണ്ട വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ? അച്ഛനില്ലെന്ന് ഓർത്ത് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, നമുക്കിന്ന് പൊളിക്കാന്നേ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മട്ടൻ എന്റെ വകയായിരിക്കും, ഞാൻ മട്ടൻ സ്പോൺസർ ചെയ്യാന്ന് പറയാം. അങ്ങനെ എല്ലാവരും കൂടെ കൈ കോർക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.